ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന സീരിയലിലെ ബൈജുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് കാർത്തിക് പ്രസാദ് കയ്യടി നേടിയത്. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാർത്തിക് പ്രസാദിന് വലിയൊരു അപകടം തന്നെ ഉണ്ടായി. കാർത്തികിന്റെ സഹപ്രവർത്തകയായ ബീന ആന്റണി തന്നെയാണ് ഇക്കാര്യം ആദ്യമായി പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞത്. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായ പരുക്കുകളോടുകൂടിയാണ് കാർത്തിക് പ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചത്. രണ്ടു കാലിനും സ്കിന്നും മസിലും പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കുറെ മാസങ്ങൾ എടുക്കും ഇനി പഴയ രീതിയിലേക്ക് ആവാൻ എന്നായിരുന്നു ബീന ആന്റണി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാർത്തികിന്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെയായിരുന്നു ആരാധകരും കാത്തിരുന്നത്. ഇപ്പോഴിതാ തന്റെ ആരാധകർക്ക് സന്തോഷം ലഭിക്കുന്ന വീഡിയോ തന്നെയാണ് കാർത്തിക് പ്രസാദ് പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാർത്തികിന്റെ ജന്മദിനമായിരുന്നു. സീരിയൽ താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ആശംസ അറിയിച്ച് രംഗത്ത് വന്നു. ഈ സമയത്ത് ഒരുപാട് ആരാധകർ ചോദിച്ച ഒന്നായിരുന്നു, മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കാർത്തിക് പ്രസാദിന്റെ ചികിത്സയെക്കുറിച്ചുള്ള ഒരു കാര്യവും അറിയുന്നില്ലെന്നും എന്താണ് കാർത്തിക് പ്രസാദിന് സംഭവിച്ചതെന്നും. ഈ ദിവസമാണ് ആരാധകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് കാർത്തിക് എത്തിയത്. തനിക്കിത് പുനർജന്മമാണെന്നും എല്ലാവരുടെയും പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നുവെന്നായിരുന്നു കാർത്തിക് പ്രസാദിന്റെ പോസ്റ്റ്. തന്റെ നിലവിലെ അവസ്ഥയും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്നും വാക്കറിന്റെ സഹായമില്ലാതെയൊക്കെ ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും താരം പറയുന്നു. എന്തായാലും ഇനിയും കുറച്ച് മാസങ്ങൾ പഴയ രീതിയിലേക്ക് ആവാൻ വേണ്ടി വരുമെന്നും ചികിത്സ ഇപ്പോഴും തുടരുകയാണെന്നും കൂടിയ താമസിയാതെ തന്നെ നിങ്ങളുടെയൊക്കെ കാണാൻ വീണ്ടും സ്ക്രീനിന്റെ മുന്നിൽ വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് കാർത്തിക് പ്രസാദ് പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്.